നമസ്കാരം. ഹർഗോവിന്ദദാസ് 72 വയസ്സ്, അയാളുടെ മകൻ ചന്ദൻ ദാസ് 40 വയസ്സ്. മലയാള മാധ്യമങ്ങൾ മാത്രം കാണുകയും വായിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിതുവരെ കേൾക്കാനോ അല്ലെങ്കിൽ ഇനിയും ഭാവിയിൽ അറിയാനോ സാധ്യതയില്ലാത്ത രണ്ട് പേരുകളാണ് ഇത്. ഒരച്ഛനും മകനുമാണ്. വെസ്റ്റ് ബംഗാളിൽ ജീവിച്ചിരുന്നവരാണ്. അവർ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടവരാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമെന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഹിന്ദു വിരുദ്ധ കലാപത്തിൻ്റെ രണ്ട് ഇരകളാണ് ഇവർ. അവരൊരു കലാപത്തിനും പോയതല്ല, അവർ റോഡിൽ പോലും ആയിരുന്നില്ല. വീട്ടിലിരുന്ന അവരെ വലിച്ചിറക്കി വെളിയിലിട്ട് ജനക്കൂട്ടം വെട്ടിക്കൊല്ലുകയായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ജനക്കൂട്ടം ഇളകി റോഡിലേക്ക് വന്നത് വഖഫിനെതിരെ വെറും സമരം ചെയ്യാനായിരുന്നില്ല. മുർഷിദാബാദിൽ, വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദാണ്. ആ സമരം വളരെ പെട്ടെന്ന് തന്നെ അക്രമത്തിലേക്ക് തിരിഞ്ഞു. അക്രമം മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമായിരുന്നില്ല, മറിച്ച് ഹിന്ദുക്കളുടെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെയായിരുന്നു. അത് മുർഷിദാബാദിൽ മാത്രമല്ല, ധൂലിയ എന്ന് പറയുന്ന സ്ഥലത്തും ഇത് തന്നെ സംഭവിച്ചു. ധൂലിയയിലെ ആൾക്കാർ ഇന്ത്യ ടുഡേ മാഗസിനോട് പറഞ്ഞത് 35 കടകൾ ഞങ്ങളുടെ മുമ്പിൽ തന്നെ എടുത്തെടുത്ത് ഹിന്ദുക്കളുടേത് തിരഞ്ഞു പിടിച്ച് അക്രമികൾ നശിപ്പിച്ചു എന്നാണ്. ധൂലിയയിൽ നിന്നും മുർഷിദാബാദിൽ നിന്നും ജനങ്ങൾ, ഹിന്ദുക്കൾ ഇപ്പോൾ പലായനം ചെയ്യുകയാണ്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ നദി കടന്ന് അപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്തെ ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ് എന്ന് പറയുന്നത് BJPയുടെ നേതാവും വെസ്റ്റ് ബംഗാൾ അസംബ്ലിയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷനുമായ സുവേന്ദു അധികാരിയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കുന്നത്? ഒരു കാലത്ത് ഹൈന്ദവ സംസ്കൃതിയുടെയും ഹിന്ദു ഇൻ്റലക്ച്വൽസ് എന്ന് പറയാവുന്ന ബുദ്ധിജീവികളുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? വഖഫ് ഒരു വെറും കാരണം മാത്രമാണ്. വഖഫിനെതിരെ സമരം ചെയ്യണമെങ്കിൽ അത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമമായി മാറുന്നത് എങ്ങനെയാണ്? അതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 1921 മലബാർ കലാപം തൊട്ടിങ്ങോട്ട് നോക്കിയാൽ, മലബാർ കലാപത്തിൽ സംഭവിച്ചത് ഖിലാഫത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ, അത് തുർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടങ്ങിയ കലാപമാണ്. നാട്ടിൽ ഇതൊന്നും കേൾക്കുകയും കാണുകയും ചെയ്യാത്ത, ഇതിനോടൊന്നും പുലബന്ധമില്ലാത്ത പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് അതിൻ്റെ വലിയ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത്. ഇത് കൃത്യമായി ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയാണ് മുർഷിദാബാദിലെങ്കിലും. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇതൊരു ആസൂത്രിതമായ ഹിന്ദു വിരുദ്ധ വർഗീയ കലാപമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത്തരം അക്രമങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. UPയിൽ, ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ സ്ഥിരമായി കലാപങ്ങൾ ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഈ സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥിതിഗതികൾ ശാന്തമാണ്. അവിടെയും വഖഫിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് പ്രതിഷേധിക്കട്ടെ. പക്ഷെ അതിനപ്പുറം ഇതൊരു ഹൈന്ദവ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ കലാപമായി പാവപ്പെട്ട ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുക, അവരുടെ കടകളും വീടുകളും നശിപ്പിക്കുക, ഇത്തരം കൃത്യമായ പദ്ധതിയിലേക്ക് ഇത് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ബംഗ്ലാദേശിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു വലിയ ഹിന്ദു കൂട്ടക്കൊലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെസ്റ്റ് ബംഗാൾ ആയതുകൊണ്ടാണ്. UPയിലും ബീഹാറിലും മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഹരിയാനയിലും ഒക്കെ ഇതുമായിട്ട് ഇപ്പോൾ ചെന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അക്രമികൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ അത് ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉത്തമ ബോധ്യവും അവർക്ക് തന്നെയുണ്ട്. അത് മമതാ ബാനർജി എന്ന വെസ്റ്റ് ബംഗാളിൻ്റെ, അതായത് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാടുകളാണ്. ഒരു കേവലം വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യ താൽപ്പര്യത്തെയും ബലികഴിച്ചിരിക്കുകയാണ് മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി. തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ, ഹിന്ദു വംശഹത്യക്കെതിരെ കാര്യമായി ഒന്ന് പ്രതികരിക്കാൻ പോലും മമതയ്ക്ക് ഇപ്പോൾ ഭയമാണ്. എന്നു മാത്രമല്ല, മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ തിന്നുകൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന തീവ്രവാദികളാണ്. 2 പേരുടെ കാര്യം മാത്രം ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഫിർഹാദ് ഹക്കീമിനെ കുറിച്ച് നമ്മൾ RP തോട്ട്സിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ചിരുന്നു. ഇയാൾ കൽക്കട്ടയിലെ മേയറാണ്.
മന്ത്രിസഭയിലെ അംഗമാണ്. മമതാ ബാനർജിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഇയാൾ പരസ്യമായിട്ടാണ് ബംഗാളിനെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തണമെന്നാണ്. ഇയാൾ തന്നെ നേരിട്ട് പറഞ്ഞാണ്, ഇയാൾ തന്നെ പരസ്യമായി പറഞ്ഞാണ്. യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്. ഇയാൾ പറഞ്ഞത് ദാവ എ ഇസ്ലാമിലേക്ക് ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ മതം മാറ്റേണ്ടത് ഓരോ ഇസ്ലാമിൻ്റെയും ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് അയാൾ. ഇയാൾ മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഇനി രണ്ടാമതൊരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് സിദ്ദിഖുള്ള ചൗധരി എന്നാണ്. ഈ സിദ്ദിഖുള്ള ചൗധരി ആകട്ടെ പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ നിരവധിയുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാൾ താമസിയാതെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും എന്ന് ഉള്ളതാണ്. എന്ന് മാത്രമല്ല, അത് അയാളുടെ ഒരു ആഗ്രഹം എന്ന നിലയിൽ അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തു പരസ്യമായി തന്നെ. ഇതോടൊപ്പം തന്നെ അയാൾ പറഞ്ഞ മറ്റൊരു വിവാദപരമായ കാര്യം, ദക്ഷിണ കൽക്കട്ട മുഴുവൻ വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പരസ്യമായി പറഞ്ഞു കളഞ്ഞു ഈ മഹാൻ. ഇയാളും മന്ത്രിസഭയിലെ അംഗമാണ് മമതാ ബാനർജിയുടെ. ഇങ്ങനെയുള്ള മത തീവ്രവാദികളെയും ദേശവിരുദ്ധരെയും കൊണ്ടാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത്. ഇവരുടെ കീഴിലുള്ള ഭരണകർത്താക്കൾ നിരവധി ആൾക്കാർ, പല കീ പോസ്റ്റുകളിലും ഇരിക്കുന്ന നിരവധി ആൾക്കാർ ഇതുപോലെ മതമൗലികവാദികളാണ്. ഇവരെ എല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പേരിൽ പൂർണ്ണമായി അവരെ പ്രീണിപ്പിക്കുന്ന നയമാണ് വെസ്റ്റ് ബംഗാളിൽ ഈ മമതാ ബാനർജി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ഭാരതത്തിൽ ഹിന്ദു സമൂഹത്തിന് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമുള്ള ഒരു സംസ്ഥാനമായി വെസ്റ്റ് ബംഗാൾ മാറിയിരിക്കുന്നത്. ഞാനിതിനെ വെസ്റ്റ് ബംഗാൾ എന്ന് എടുത്തു പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബംഗാളെന്നാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഔദ്യോഗിക നാമം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJPയുടെ നേതാവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. വെസ്റ്റ് ബംഗ്ലാദേശ് ആക്കാനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്ന് പറഞ്ഞു. അതായത് പശ്ചിമ ബംഗാളിനെ പശ്ചിമ ബംഗ്ലാദേശ് ആക്കി മാറ്റാനാണ് മമതാ ബാനർജി ഇപ്പോൾ അവസരം ഒരുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ചെറിയ പ്രസ്താവനയല്ല. ബംഗ്ലാദേശിൽ എന്താണോ നടക്കുന്നത് അത് അതേപോലെ തന്നെ ബംഗാളിലും നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മുർഷിദാബാദിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം, അതിൽ 300 ആൾക്കാർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. 150ഓളം കലാപകാരികളെ അറസ്റ്റ് ചെയ്തു. അതും അറസ്റ്റ് ചെയ്തത് കേന്ദ്രസേന സംസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് കൽക്കട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ്. ആ ഹൈക്കോടതിയിലേക്ക് കേസുമായിട്ട് പോയതും BJPക്കാരാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരമല്ല. ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ അതിന് നേരെ വിപരീതമാണ് അവിടെ നടന്നത്. ഒരിടത്തും പോലീസ് ഉണ്ടായിരുന്നില്ല. ഈ അക്രമകാരികൾ അഴിഞ്ഞാടിയപ്പോൾ ഒരിടത്തും പോലീസ് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാം. സുജിത് ഘോഷൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഇന്ത്യ ടുഡേയോട് പറഞ്ഞതനുസരിച്ച് ഈ അക്രമകാരികൾ അവിടെ മുഴുവൻ ചുട്ട് കരിച്ച് പോയ ശേഷമാണ് സംസ്ഥാന പോലീസ് അവിടെ എത്തുന്നത് എന്നാണ്. ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹർഗോവിന്ദ് ദാസിനെയും അയാളുടെ മകൻ ചന്ദൻ ദാസിനെയും അക്രമകാരികൾ വലിച്ചഴച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്നതിനും ഒരു സാക്ഷിയുണ്ട്. അവരുടെ തന്നെ ബന്ധുവാണ്. സുജിത് ദാസ് എന്നോ മറ്റോ ആണ് ആ മനുഷ്യൻ്റെ പേര്. അയാൾ ഇവിടെ ഈ അക്രമികൾ വരുന്നത് കണ്ടുകൊണ്ട് ഓടി അടുത്ത വീടിൻ്റെ ടെറസിൽ ഇരുന്നു കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ ഈ അക്രമം കണ്ടു. ഇവരെ തപ്പി തന്നെ വന്നതാണ്. ഇവരെ വലിച്ചഴിച്ച് വെളിയിൽ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുകയായിരുന്നു അക്രമികൾ ചെയ്ത്. അവർക്ക് വഖഫുമായി ബന്ധമില്ല, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം അവരെ വലിച്ചഴിച്ച് വെളിയിലിട്ട് വെട്ടിക്കൊന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനിയും ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത എത്രയോളം വാർത്തകളുണ്ട് എന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. ഇതിനൊക്കെ ഈ അക്രമികൾക്ക് വലിയ തോതിൽ ധൈര്യം ലഭിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മതപ്രീണന നയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കരാർ തൊഴിലാളികളായി എത്തുന്നവർ
അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും കടകളിൽ പോകുമ്പോൾ, അവിടെ പോകുമ്പോൾ, ഇവിടെ പോകുമ്പോഴൊക്കെ കാണുന്ന മിക്കവാറും ഈ തൊഴിലാളികൾ എന്ന് പറയുന്നവരെല്ലാം തന്നെ ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ്. അധികാരികൾക്കും അറിയാം, അവിടെ ഉള്ളവർക്കും അറിയാം ഇത് ബംഗ്ലാദേശികളാണ് എന്ന്. വലിയ തോതിലാണ് ബംഗ്ലാദേശികൾ ഇപ്പോൾ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഇപ്പോൾ ഈ നടന്ന മുർഷിദാബാദിലെ അക്രമത്തിന് പിന്നിലും ആരാണ് എന്ന് കൃത്യമായി ഇനി അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ അക്രമികളിൽ ഒരു വിഭാഗമെങ്കിലും ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ബംഗ്ലാദേശിൽ കൃത്യമായി ഹിന്ദുവേട്ട നടത്തി നല്ല പരിചയമുണ്ട്. അവർക്കത് ഇവിടെയും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവരത്തരം ഒരു അവസരം വെറുതെ കളയത്തുമില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഖഫ് ആയാലും CAA ആയാലും മറ്റേത് വിഷയമായാലും അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ ചെയ്യുന്ന ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട്. ആദ്യം ഇതിനെതിരെ പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞ് ഈ പ്രതിഷേധങ്ങളുമായി റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രതിഷേധങ്ങൾ വളരെ കൃത്യമായി നേരത്തെ പ്രീ പ്ലാൻഡ് ആണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ പറയട്ടെ, വളരെ കൃത്യമായി ചില ആൾക്കാർക്ക് നേരെ, ചില സ്ഥാപനങ്ങൾക്ക് നേരെ, ചില കോളനികൾക്ക് നേരെ ഈ അക്രമികൾ തിരിയുകയാണ്. അവിടെ വലിയ തോതിൽ നാശനഷ്ടം വരുത്തുന്നു, അവിടെ ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ദില്ലി കലാപത്തിലും നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഒരു കാരണമാണ് വേണ്ടത്. ഇത്തരത്തിൽ രാജ്യത്ത് വലിയ തോതിൽ കലാപം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണ് ഈ നടക്കുന്നത്. ഇത് വഖഫിൻ്റെ പേരിലുള്ള പ്രതിഷേധമൊക്കെ അത് മറ്റൊരു വശത്ത് നിൽക്കട്ടെ. അതിപ്പോൾ കേരളത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. കേരളത്തിലും കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തനിനിറം നമ്മൾ കണ്ടതാണ്. മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ നേതാക്കന്മാരെ, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ബോംബുകളുണ്ട് എന്നാണ് കരിപ്പൂരിലെ സംഭവവും നമ്മളെ തെളിയിക്കുന്ന ഒരു വിഷയം. വെസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഈ നടക്കുന്ന കാര്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ആഗോള തീവ്രവാദ സംഘങ്ങളുമായിട്ട് വെസ്റ്റ് ബംഗാളിനുള്ള ബന്ധം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഈ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഷഹാദത്ത് എന്ന് പറയുന്ന ഒരു ടെറർ മോഡ്യൂളിനെ കേന്ദ്ര ഏജൻസികൾ തകർത്തത്. 21 വയസ്സുള്ള ഒരു മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ് ഈ ടെറർ മോഡ്യൂളിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അയാൾ നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ ബോധ്യമായത്. അയാൾ ബംഗ്ലാദേശിലുള്ള ISI ഏജൻസുമായിട്ടും ബംഗ്ലാദേശിലുള്ള തീവ്രവാദികളായിട്ടും UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ലീപ്പർ സെല്ലുകളായി ഇരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഈ 21 വയസ്സുകാരൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അത്രേ. അങ്ങനെ വളരെ കൃത്യമായി തന്നെ ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു ഹോട്ട് ബെഡായിട്ട് വെസ്റ്റ് ബംഗാൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു നടപടിയിലേക്ക് പോകാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം രാഷ്ട്രീയമായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഊഹിക്കാൻ സാധിക്കൂ. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അരാജകവാദിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരു അനാർക്കിസ്റ്റാണ്. എല്ലാത്തിനെയും തകർത്ത് മുന്നോട്ട് പോവുക, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. അവരെ ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാരിനെ എപ്പോൾ വേണമെങ്കിലും പിടിച്ച് പുറത്താക്കാം. കാരണം അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളിൽ അത് മമതാ ബാനർജിക്ക് ഗുണകരമാകും എന്നുള്ള രാഷ്ട്രീയ ബോധം കൊണ്ടായിരിക്കും BJP ഒരുപക്ഷെ കാര്യമായ നടപടിയിലേക്ക് പോകാത്തത്. വലിയ തോതിൽ പ്രതിഷേധങ്ങളൊക്കെ അവിടെ BJP സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മമതാ ബാനർജിയുടെ അഭിനയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. തലയിൽ കെട്ടും, കയ്യിൽ കെട്ടും, കാലിൽ മുറിവും ഒക്കെ എപ്പോഴും പല രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു സിമ്പതി വേവ് ഉണ്ടാക്കാൻ മമതാ ബാനർജിക്ക് നമ്മളായിട്ട് അവസരം കൊടുക്കണ്ട എന്നായിരിക്കാം കേന്ദ്രം ഒരുപക്ഷെ വിചാരിക്കുന്നത്. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വഖഫിനെതിരെ ആയാലും CAAക്കെതിരെ ആയാലും വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾക്കവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വെസ്റ്റ് ബംഗാളിലെങ്കിലും ശക്തമായ ഇടപെടലിലൂടെ അക്രമികളെ അടിച്ചമർത്താനും ഇതുപോലെ വീട്ടിലിരിക്കുന്ന വയോധികനായ വ്യക്തികൾക്ക് ഹിന്ദുവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനും എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമസ്കാരം.